മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി കൂട്ടിലെത്തിയ എമ്പുരാൻ റിലീസിന് പിന്നാലെ വലിയ ചർച്ചയായി മാറുകയാണ്. സിനിമ പ്രമേയമാക്കിയ വിഷയം തന്നെയാണ് അതിന് പ്രധാന കാരണം. രാജ്യത്തെ തീവ്ര വർഗീയരാഷ്ട്രീയത്തെ ചിത്രം പ്രേക്ഷകന് മുമ്പിൽ തുറന്നുകാട്ടുന്നുണ്ട്. തൻ്റെ തിരക്കഥകളെക്കുറിച്ചും സംവിധായകൻ പൃഥ്വിരാജിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപി. തന്നോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്നവർക്കൊപ്പമാണ് താൻ സിനിമ ചെയ്യാറുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം വർക്ക് ചെയ്യുന്നവരിൽ എന്തുകൊണ്ടാണ് പൃഥ്വി തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: എന്നോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്നവർക്കൊപ്പമാണ് ഞാൻ സിനിമ ചെയ്യാറുള്ളത്. അത് നാച്ചുറലി എൻ്റെ ഒരു ഇഷ്ടമാണ്. എൻ്റെ എഴുത്ത് അവർക്കപ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ ഒരു ഡിവൈൻസിയും നറേറ്റിവിറ്റി സ്റ്റൈലുമൊക്കെ അവർക്ക് താല്പര്യമുണ്ടാകും. എൻ്റെ സിനിമയുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുക ഞാനും എൻ്റെ സംവിധായകനുമായുള്ള ആ ബ്രിഡ്ജ് വളരെ സോഫ്റ്റായി ഇരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ മാത്രമേ എൻ്റെ ടൈപ്പ് ഓഫ് സിനിമകൾ സ്ക്രീനിൽ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. സംവിധായകനുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതുന്ന ഒരാളാണ്. അതിൻ്റെ പാരലൈസൻസിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതും. ഈ അടുത്ത കാലത്ത് ലൈറ്റ് വെയ്റ്റും കമാരസംഭവവും ടിയാനും ലൂസിഫറിലും സൗണ്ടും ആർട്ടിൻ്റെ കാര്യങ്ങളും വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. രാജുവിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അതിനെ ഫുൾ വൈബ് ഹാർട്ട് ആണ്. അങ്ങനെ ഒരു സ്ക്രീനിൽ മാത്രം അദ്ദേഹമുണ്ട്. മാത്രമല്ല എല്ലാ സംശയങ്ങൾക്കും അതിനു മുമ്പ് ചോദിച്ച് തീർപ്പാക്കുന്ന ഒരു കാര്യവും അയാൾക്കുണ്ട്. എന്തൊക്കെയാണ് പേപ്പറിൽ എഴുതിയത്, അതിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പുള്ളി ഷോർട്ട് ഡിവിഷൻ എല്ലാം തയ്യാറാക്കുക. അത്രയും അണ്ടർസ്റ്റാൻഡിങ് പൃഥ്വിക്കുണ്ട്. വളരെ എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ഓരോ സ്ക്രീനും തയ്യാറാക്കുന്നത്. ഒരു സംവിധായകൻ സ്ക്രിപ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നതിനേക്കാൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന ആ സ്ക്രിപ്റ്റിനെ അവർ മനസ്സിലാക്കുക, ആ ലെയറിംഗ് മനസ്സിലാക്കുക എന്നതാണ്. ഒരു ഡയലോഗിന് പിന്നിലുള്ള തൊട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് ഫൈനാണ്. പിന്നെ പോസിറ്റീവ് ഇംപ്രഷനും അതേപോലെ തന്നെ നെഗറ്റീവ് ഇംപ്രഷനും ഉണ്ടാകും. എല്ലാറ്റിനും മുമ്പിൽ ഒരു യൂണിയൻ ഉണ്ടാകണം. അതാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പൃഥ്വിരാജ് തന്നെയാണ്. തിരക്കഥ പഠിക്കുക എന്നൊന്നുണ്ട്. അതിന് പിന്നിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാകും. ചരിത്രം, സോഷ്യോളജി, ലെയറിംഗ്, അങ്ങനെ ഒരുപാട്. ഒരു ഡയലോഗോ ഒരു സീനോ എഴുതുക, അതൊരു പ്രത്യേക സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതും എന്തിനാണെന്ന് മനസ്സിലാക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി സിനിമയെ മനസ്സിലാക്കി ഡയറക്റ്റ് ചെയ്യുക എന്നതുമാണ് അതിൻ്റെ പ്രോസസ്സ്. അത് ഭയങ്കരമായി പൃഥ്വിയുടെ കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുതുമ്പോൾ ഇത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചാൽ പേന ചലിപ്പിക്കാൻ ആവുകയുമില്ല. ഇത് എത്ര പേരെ ബാധിക്കുമെന്നൊക്കെ ചിന്തിച്ച് എഴുതാനിരുന്നു കഴിഞ്ഞാൽ ബെനഫിറ്റ് ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ കലയോടും ആ ക്രാഫ്റ്റിനോടും ചെയ്യുന്ന ചതിയാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനത് എഴുതുക തന്നെ ചെയ്യും എന്നാണ് മുരളി ഗോപി പറയുന്നത്.